തൊട്ടടുത്തൊരു വേദിയിൽ നിന്ന് ഓടി വന്നതാണ്. എൻ്റെ കൂടെ ഒപ്പമുള്ളത് മലയാളത്തിലെ ഏറ്റവും മുതിർന്ന എഴുത്തുകാരാണ്. ഒരു കവിയും 3 ഗദ്യം എഴുത്തുകാരും. നമ്മുടെ വിഷയം എഴുത്തിലെ കനലുകൾ എന്നുള്ളതാണ്. മാർക്കസ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, അദ്ദേഹത്തോട് ചോദിച്ചു, എപ്പോഴാണ് താങ്കൾ എഴുതുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് അതിനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാകുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഇൻഡ്യൂഷൻ തോന്നുമ്പോൾ ആണ് ഞാൻ എഴുതുന്നത്, അപ്പോൾ മാത്രമേ എഴുതാറുള്ളൂ എന്നാണ്. ഇൻഡ്യൂഷൻ എന്ന വാക്കിന് മലയാളത്തിൽ എനിക്ക് കൃത്യമായി ഒരുപാട് വാക്കുകൾ വെക്കാൻ പറ്റും, പക്ഷെ എനിക്ക് വെക്കാൻ തോന്നുന്നില്ല. കാരണം ആ ഇൻഡ്യൂഷനോട് അത്രയും നീതി പുലർത്തുന്ന ഒരു വാക്ക് മലയാളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് നമുക്കൊരു ഉൾപ്രേരണ എന്നോ മറ്റോ ഒക്കെ പറയാമായിരിക്കും. പക്ഷേ അതിനകത്തുനിന്ന് ഒരുപക്ഷെ കുറെ കൂടെ ആഴത്തിൽ നിന്നുണ്ടായി വരുന്ന ഒരു സംഗതിയെ എനിക്ക് ആ ഇൻഡ്യൂഷൻ എന്നുള്ള വാക്ക് പറയാനാണ് ഇഷ്ടം. ഇങ്ങനെയൊക്കെയാണ് എഴുത്തുകാർ വെറുതെ ഒരു ഒരു തലത്തിൽ വെച്ചിട്ട് അവർ ഏതോ നിമിഷത്തിൽ വെച്ചിട്ടാണ് അവർ എഴുത്തുകാരാണെന്ന് സ്വയം തിരിച്ചറിയുന്ന ഒരു നിമിഷവും ജീവിതത്തിൽ ഉണ്ടായി വരും. ഇത് വളരെ വെൽ പ്ലാൻഡായ ഒരു റൈറ്റിംഗ് സാഹിത്യത്തിൽ സാധ്യമല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ എഴുതി പോകുമ്പോൾ ഒരു നൃത്തം ചെയ്യുന്ന നർത്തകി ഇടയ്ക്ക് നൃത്തം മറന്നുപോവുകയും അവൾ സ്വയം നൃത്തത്തെ തന്നെ മറന്നിട്ട് സ്വയം നിന്ന് ആടുന്ന ഒരവസ്ഥ വരും. അതുപോലെയാണ് എഴുത്തിൻ്റെ സർഗാത്മകത പ്രവർത്തിക്കുന്നത്. അതിങ്ങനെ എഴുതി വരുമ്പോൾ ആ കഥ ഇയാളെ ഉപേക്ഷിച്ച് ഇയാളുടെ കൈവിട്ട് എവിടേക്കൊക്കെ ഓടിപ്പോകും. അതാണ് സർഗാത്മകത. ഇങ്ങനെയൊക്കെയാണ് ഈ നമുക്കൊപ്പം ഇരിക്കുന്ന ഈ മനുഷ്യർ, ഒരു കവിയും 3 ഗദ്യ സാഹിത്യകാരും എഴുത്തുകാരായത്. അതിലേക്കുള്ള വഴിയിലേക്കാണ് നമ്മളിപ്പോൾ അവരെ കൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഓരോ റൗണ്ട് സംസാരിക്കും, പിന്നെയും ഒരിക്കൽ കൂടി സംസാരിക്കും. അതിനുശേഷമുള്ള അവസാനത്തെ 10 മിനിറ്റോ മറ്റോ നിങ്ങൾക്ക് അവരോട് ചോദ്യം ചോദിക്കാനുള്ള അവസരവും ഉണ്ടാവും. ഞാൻ ആദ്യം നമ്മുടെ ഈ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന ആളെന്നുള്ള നിലയ്ക്ക് കൂടി നമ്മുടെ ജോർജ് ജോസഫ് സാറിൻ്റെ മൈക്ക് കൈമാറുകയാണ്. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ സർഗ പ്രവൃത്തി എങ്ങനെയാണ് ഒരു എഴുത്തിലേക്ക്, ഇതൊരു കഥയാണെന്ന് തിരിച്ചറിയുന്നത്. നമുക്ക് ജീവിതത്തിൽ അനുഭവങ്ങളും ഈ പറഞ്ഞ പോലെ പ്രേരണകളും ധാരാളം ഉണ്ടാവും. അതെല്ലാം എഴുത്തുകാർ കഥയാക്കുന്നില്ല. ഇതിലെവിടെ വെച്ചാണ് ഒരു കഥയെ നമ്മൾ തിരിച്ചറിഞ്ഞ് കണ്ടെത്തുന്നത് എന്നൊക്കെയുള്ള ഞാൻ ആദ്യമായി ചോദിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. KLF-ൻ്റെ ഈ ഒരു സെഷനിലേക്ക് എന്നെ വിളിച്ചതിന് ഭാരവാഹികളായിരിക്കുന്ന DC ബുക്സിനോടും ഞങ്ങളെ കേൾക്കാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ള എല്ലാവരോടും വളരെയധികം സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ. 5 മിനിറ്റ് സമയത്തിനുള്ളിൽ നിന്ന് വളരെ ചുരുക്കി മാത്രം പറയാം. 1.5 വയസ്സിൽ അമ്മ മരിച്ചു പോയത് കൊണ്ടാണ് അമ്മായി അമ്മയായിട്ട് വേഷം മാറി 16 വയസ്സ് വരെ എൻ്റെ കാതിലേക്ക് വന്ന് നിന്നിട്ട് ഞാൻ ഉറങ്ങാനായി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു അമ്മ മരിച്ചുപോയ ഒരു കുട്ടി എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവനെ കരച്ചിലിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ആദ്യം വാവാവൊക്കെ പാടും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റിയിട്ട് കുഞ്ഞു കുഞ്ഞു കഥകൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ അമ്മ പറഞ്ഞു തരേണ്ട കഥകൾക്ക് പകരം കഥകൾ പറഞ്ഞു തന്നത് അമ്മായിയാണ്. അവിടെ നിന്നാണ് ഈ കള്ളക്കഥകളും സത്യമുള്ള കഥകളും ഉണ്ടാകുന്നത്. അത് വളരെ ചാരുതയോടെ പറയാൻ അമ്മായിക്ക് കഴിഞ്ഞത്, അമ്മായിക്ക് ഒരു അച്ചാര കല്യാണമൊക്കെ കഴിഞ്ഞൊരു കല്യാണമൊക്കെ നിശ്ചയിച്ച് വച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ചെറുപ്പത്തിലെ അമ്മ മരിച്ചു പോയത് കൊണ്ട് അമ്മായി ആ കല്യാണം വേണ്ടാന്ന് വെച്ചിട്ട് അമ്മായി പ്രസവിക്കാതെ ഒരു ചെക്കനെ ദത്തെടുത്ത പോലെ എന്നെ വളർത്തി. എന്നിട്ട് പറഞ്ഞ കുറേ നുണക്കഥകൾ. കാരണം ഓരോ ദിവസവും കഥ കേട്ട് കഴിയുമ്പോൾ ഞാൻ പറയും, ഇതൊക്കെ എപ്പോഴും പറഞ്ഞതാണെന്ന് പറയുമ്പോൾ കഥ പറയാനില്ലാതെ വേറെ കഥകൾ ഉണ്ടാക്കി പറഞ്ഞ്
പതുക്കെ കഥയുടെ ആ ഒരു പരിസരത്തേക്ക് എന്നെ കൊണ്ടുവന്നത്. അന്നൊന്നും ഞാൻ ഒരിക്കലും കരുതിയില്ല ഞാനൊരു കഥാകാരനാകുന്നൊന്നും എനിക്കറിയില്ലല്ലോ, തീരെ കുട്ടിയല്ലേ. അപ്പോൾ ഒരു 16 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഈ 16 വർഷം വരെയുള്ള ജീവിതകാലത്തിനുള്ളിൽ അമ്മായി നിറച്ചു വെച്ച കുറേ കഥകളുണ്ട്. അതിൽ ഞങ്ങൾ ലത്തീൻ കത്തോലിക്കരായതുകൊണ്ടിട്ട് കുറേ പുണ്യവാളന്മാരുടെയും അതുപോലെ തന്നെ പുണ്യവതികളുടെയും പലരുടെയും കഥകൾ പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു സംശയം ഉണ്ടാകും. ഞാൻ എപ്പോഴും ചോദിക്കും, എന്തിനാണ് അന്തോണീസ് പുണ്യാളനെ ഇങ്ങനെ അമ്പൊക്കെ ഇത് തറച്ച് കൊന്നത്? അങ്ങനെ ഓരോരോ ചോദ്യങ്ങളും ചോദിക്കുമ്പോഴും ഈ ചരിത്രത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തിലുള്ള കഥകളല്ല അമ്മായി പറഞ്ഞു തരുന്നത്. അമ്മായി അതിന് വേറൊരു വേർഷൻ ഉണ്ടാക്കിയിട്ടാണ് കഥകൾ പറയുന്നത്. അപ്പോൾ ഒരു സാധാരണ പരമ്പരാഗതമായിട്ട് പറയുന്ന കഥകളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ കഥകൾ പറഞ്ഞു തന്നുകൊണ്ട് ഒരു തുടക്കം കുറിച്ചു തന്നു. നേരത്തെ ഒരു സെഷനിൽ വിനിൽ പോൾ പറയുകയുണ്ടായി വൃണിത ജീവിതമെന്ന്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു വൃണിത മരണത്തിൻ്റെ കുറേ ജീവിതങ്ങൾ എൻ്റെ വീട്ടിലൂടെ കടന്നുപോയി. കാരണം അമ്മ പ്രസവിച്ച് ഒരു 1.5 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അന്ന് ഗർഭിണിയായിരുന്നു. ആ സമയത്ത് എൻ്റെ കുഞ്ഞനിയൻ അവനമ്മയുടെ ഗർഭത്തിലുണ്ട്. അപ്പോൾ അവൻ വന്നപ്പോഴാണ് അമ്മ 33-ാം വയസ്സിൽ മരിക്കുന്നത്. അതിനു മുമ്പേ തന്നെ വീട്ടിലൊരു പരമ്പര തന്നെ ഉണ്ടായിട്ടുണ്ട്. ചീക്കു കൊച്ചാപ്പൻ മുതലിങ്ങോട്, എൻ്റെ ചേട്ടന്മാർ, ജോർജ് ചേട്ടൻ, അതേപോലെ തന്നെ അൽഫോൻസാം ചേച്ചി, ഇങ്ങനെ ഇവരെല്ലാവരും അടുത്തടുത്ത് മരിക്കുന്നവരാണ്. ഇപ്പോൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സിമിത്തേരി ഉള്ളത് കൊണ്ടിട്ട് മരണപ്പന്തൽ ഒരിക്കലും അഴിച്ചിട്ടുണ്ടാകും. പക്ഷെ അമ്മായി പറയുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ പന്തലുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ ഈ 18 ദിവസം മാത്രം ജീവിച്ച കുഞ്ഞനിയൻ മരിച്ചപ്പോൾ തികച്ചും അനാഥമായി പോയ എൻ്റെ ജീവിതത്തിലേക്ക് അമ്മായി കടന്നു വന്നിട്ടാണ് എന്നെ എഴുത്തിൻ്റെ ആ വഴിയിലേക്ക് അതിനൊരു ഒരു ഒരു ഊട് പാവ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചത്. എന്തായാലും ഞാൻ ഇത്രയും ഇപ്പോൾ ആദ്യം പറയാം, ബാക്കിയുള്ള കാര്യങ്ങൾ സമയമുള്ളതുപോലെ പറയാം. പറഞ്ഞാൽ ഒരു പക്ഷേ ഇതിഹാസം പോലൊരു ജീവിതം സാറിനുണ്ട്. ഒരുപാട് പറയാനുണ്ട്, അതിന് ഈ സമയം അനുവദിക്കുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ഒരു പറച്ചിൽ പാരമ്പര്യം നമ്മുടെ മലയാളികൾക്ക്, ഒരുപക്ഷെ ലോകത്തിലെ എല്ലാ സമൂഹങ്ങൾക്കും കഥ പറച്ചിലിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. അവരുടെ അടുത്ത തലമുറകളാണ് മിക്കവാറും എഴുത്തുകാർ. മിക്ക എഴുത്തുകാരെ നോക്കിയാലും അവർക്ക് കഥ പറഞ്ഞു കൊടുക്കേണ്ട അപ്പൂപ്പനോ അമ്മമ്മയോ ഈ പറഞ്ഞ പോലെ അമ്മായിയോ ഒക്കെ ഉണ്ടായിരുന്നായിരിക്കും. അവരിൽ നിന്നാണ് മിത്തുകളൊക്കെ നമ്മളിങ്ങനെ പരസ്പരം കൊടുത്തത്. പുസ്തകം വായിച്ചിട്ടല്ല, മിത്തുകളിങ്ങനെ പകർന്ന് തലമുറകളിൽ പകർന്ന് അതിലിങ്ങനെ സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടാണ് തലമുറകളിലേക്ക് പകർന്നത്. ഒരുപക്ഷെ നമ്മുടെ ദി അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞ പോലെ ദി അതർ സൈഡ് ഓഫ് ബ്രൈറ്റ്നെസ്സിന് ആണ് പി.എഫ്. മാത്യൂസിൻ്റെ കഥകളിൽ കാണാവുന്ന ഒരു ലോകം. അതിലൊരു പക്ഷേ സാറ് സൂചിപ്പിച്ച പോലെ ഈ പകർന്ന് കിട്ടിയ അസംഖ്യം മിത്തുകളൊക്കെ ഉണ്ടാവും. അതിലേക്കും ഒപ്പം ഈ സ്വന്തം സർഗാത്മകതയെക്കുറിച്ചും പറയാൻ വേണ്ടി മാത്യു ചേട്ടനോട് ആവശ്യപ്പെടുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എഴുതി തുടങ്ങിയത് 70കളിലാണ്. 70കൾക്ക് ഒരു പ്രത്യേകതയുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 70കളുടെ അവസാനം അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് അത് പ്രഖ്യാപിച്ച അതേ പാർട്ടിയെ തന്നെ തിരഞ്ഞെടുത്ത ആളുകളാണ് നമ്മൾ കേരളീയർ. ഇന്ത്യ മുഴുവനും അങ്ങനെ ആയിരുന്നില്ല സ്ഥിതി. നമ്മൾ വിദ്യാഭ്യാസമുള്ളവരും ഉന്നത ചിന്താഗതിയുള്ളവരുമായിരുന്നു. എല്ലാവരും തന്നെ ധാരാളം സാഹിത്യം വായിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് കേരളീയർ. എന്നിട്ട് രാഷ്ട്രീയമായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നും ഓടിക്കൊണ്ടിരിക്കുന്നത്. വളരെ സുരക്ഷിതമായ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. ഈ ഇടത്തരം ജീവിതം ജീവിക്കുന്നവരുടെ പ്രശ്നമാണത്.
ഞാൻ എഴുത്തിലേക്ക് വരുവാനായിട്ട് യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരാളായിരുന്നു. കാരണം വായന, അക്ഷരങ്ങൾ എന്നീ പരിപാടികളൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല, അനുവദിക്കുകയുമില്ലായിരുന്നു. അത് വായിക്കേണ്ട കാര്യമില്ല. വായിക്കുകയാണെങ്കിൽ പഠിക്കുന്ന പുസ്തകങ്ങൾ വായിച്ചാൽ മതി, അതല്ലെങ്കിൽ ബൈബിൾ വായിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു വീട്. അങ്ങനെയുള്ളൊരു വീട്ടിൽ നിന്നാണ് എൻ്റെ തുടക്കം. സ്വാഭാവികമായിട്ടും സാഹിത്യകൃതി വായിക്കുന്നത് തന്നെ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഈ വായന തന്നെ ഒരു അഡ്വഞ്ചറായി തീർന്ന ഒരാൾ പിന്നെ എങ്ങനെ എഴുതും എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. മാത്രമല്ല, ആ അഡ്വഞ്ചറസ് ആയിട്ട് വായിച്ചു തുടങ്ങി കുറേ കഴിഞ്ഞപ്പോഴാണ് ഒരു സത്യം മനസ്സിലായത്. മലയാളത്തിലെ എഴുത്തെല്ലാം ഏറെക്കുറെ ഒരേപോലെയാണ്. ഇവിടുത്തെ കഥ പറച്ചിലുകളെല്ലാം ഒരേപോലെ തന്നെയാണ്. ജീവിതത്തിൽ ഒരു മുഹൂർത്തം കത്രിച്ചെടുത്തിട്ട് ആദ്യമധ്യാന്തങ്ങളുള്ള ഒരു കഥയായിട്ട് പറയലാണ് നമ്മുടെ രീതി എന്ന് എനിക്ക് മനസ്സിലായി. മഹാഭാരതത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരു നാടാണ്. എന്നിട്ടും നമ്മൾ വളരെ ജീവിതത്തിലെ നിമിഷങ്ങൾ തന്നെ കത്രിച്ചെടുത്ത് പറയുന്ന ഒരു രീതിയാണ്. അതും അരിസ്റ്റോട്ടലിയൻ കാലം മുതലുള്ള 3 ആക്ട് പ്ലേ സ്ട്രക്ചർ, ആദ്യം, മദ്യം, അന്ത്യം. അപ്പോൾ ഇങ്ങനെ ഒരു കഥകളൊന്നും എഴുതണ്ട എന്ന് തീരുമാനിച്ചു ഞാൻ തുടക്കത്തിലെ തന്നെ. എല്ലാവരും എഴുതുന്ന വഴി പോയാൽ സുരക്ഷിതമാണ്, പെട്ടെന്ന് പ്രശസ്തി കിട്ടും, അങ്ങനെയൊക്കെയുണ്ട്. അങ്ങനെ എഴുതണ്ട എന്നൊരു തീരുമാനമെടുത്തു. പിന്നെ എങ്ങനെ എഴുതും എന്ന് എനിക്കറിയില്ലായിരുന്നു. അതാണല്ലോ സർഗാത്മകത. നമ്മൾക്ക് ഇല്ലാത്തൊരു സംഭവം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണല്ലോ. ഒരു ജാലവിദ്യക്കാരൻ്റേതുപോലെ പുതിയൊരു കാര്യം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു എഴുത്തുകാരനെ ഉണ്ടാക്കുന്ന യാതൊരു സാഹചര്യവും ഇല്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഉണ്ടാകുമ്പോൾ എങ്ങനെ എഴുതണം എന്നുള്ള ഒരു ചിന്ത, മാധ്യമം മാത്രമായിരുന്നു എൻ്റെ പ്രശ്നം. അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഇതുവരെ എഴുതിയതുപോലെ ജീവിത സന്ദർഭങ്ങൾ നാടകീയമായി ആവിഷ്കരിക്കേണ്ടതില്ല, മറ്റൊരു വഴി തേടണം. ദൃശ്യാത്മകമായിട്ട് എന്തുകൊണ്ട് ആവിഷ്കരിച്ചുകൂടാ എന്നാണ് ഞാൻ ആലോചിച്ചത്. എൻ്റെ ആദ്യത്തെ കഥയുടെ പേര് ആസാമിന് പിറകിൽ സുഭാഷ് പാർക്കിലെ കുരങ്ങൻ എന്നായിരുന്നു. അത് തുടങ്ങുന്നത് ഒരു പെൺകുട്ടിയുടെ മുട്ടുകുടയുടെ, പണ്ട് കൈപ്പിടിയിലുള്ളൊരു കുടയുണ്ടായിരുന്നു, അതിനകത്ത് ഒരു സ്ഫടികത്തിൻ്റെ ഒരു പിടിയാണ് അതിലുള്ളത്. അതിലൊരു കിളി ഉണ്ടായിരുന്നു. ആ കിളി പറന്നു വന്ന് എഴുതുന്ന ആളുടെ അരികിലിരിക്കുന്നു. വളരെ സർറിയലായിട്ടുള്ള ഒരു ഇമേജ്. ആ ഇമേജ് എഴുതിക്കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് കഥ എഴുതാൻ തുടങ്ങിയത്. ആ കഥ പിന്നീട് തുടർന്ന് എഴുതിയത് മുഴുവനും പരസ്പര ബന്ധമില്ലാത്ത വാചകങ്ങൾ കൊണ്ടായിരുന്നു. എങ്ങനെ നിലവിലുള്ള എഴുത്തിനെ മാറ്റി എഴുതാം എന്നുള്ളൊരാലോചന അങ്ങനെയാണ് തുടങ്ങിയത്. ആസാമിന് പിറകിൽ സുഭാഷ് പാർക്കിലെ കുരങ്ങൻ എഴുതാൻ നേരത്ത് ആസാമിൽ കലാപം നടക്കുന്ന സമയമാണ് 70കളിൽ. അതുകൊണ്ട് പത്രവാർത്തകൾ നിറയെ, അന്ന് ടെലിവിഷനില്ല, പത്രങ്ങൾ നിറയെ ആസാം പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളുടെ ആവാസ വ്യവസ്ഥ നമ്മളെ സ്വാധീനിക്കാതിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആസാം വിഷയം ആ കഥയിലേക്ക് വന്നു. അങ്ങനെയാണ് ആ കഥ മുന്നോട്ട് പോയത്. അപ്പോൾ എങ്ങനെ മാറി എഴുതാം എന്നുള്ള ഒരു ആലോചനയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കനലായിട്ട് തോന്നുന്നത്. എൻ്റെ ജീവിതാനുഭവങ്ങൾക്ക് ഞാൻ അത്രയ്ക്കൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല. എഴുത്ത് എന്ന് പറയുന്നത് ജീവിതം പകർത്തി വയ്ക്കുന്നതും അല്ല എന്നുള്ളൊരു തോന്നൽ ആദ്യമേ ഉണ്ടായിരുന്നു. തുടർന്ന് പിന്നെ പറയാം. ഒരുപക്ഷെ സർഗാത്മകതയ്ക്ക് കൊടുക്കാവുന്ന ഒരു മികച്ച ഡെഫിനിഷനാണ് മാത്യു ചേട്ടൻ പറഞ്ഞത്. കാരണം നിരന്തരമായ ഒരേപോലുള്ള ഒഴുക്കോ അല്ലെങ്കിൽ ഒരേപോലുള്ള നടത്തയോ അല്ല എഴുത്ത്. അത് ചിലപ്പോൾ നമ്മുടെ മറുപക്ഷത്ത് നിൽക്കുന്ന ആളെ, ഇവിടെ വായനക്കാരിയെ ചിലപ്പോൾ ആക്രമിക്കേണ്ടതുണ്ട്. അവരുടെ അതുവരെയുള്ള അനുശീലനങ്ങളെ ആക്രമിച്ചുകൊണ്ട് വേണം പുതിയ ഒന്നിനെ മുന്നോട്ട് വയ്ക്കാൻ. ഒരുപക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ സർഗാത്മകത അതിൻ്റെ പല അടരുകളിലേക്ക് സഞ്ചരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് മാത്യു സാറിൻ്റെ കഥകളും നമ്മളീ പറഞ്ഞ ലീനിയർ നരേഷനപ്പുറം നമുക്ക് പല പല ചിത്രങ്ങൾ എടുത്തു വെച്ചിട്ട് കൂട്ടി യോജിപ്പിക്കേണ്ട ഒരു ചുമതല വായനക്കാർക്ക് വിട്ടുകൊടുക്കുന്ന തരത്തിൽ ഉള്ള എഴുത്തുകൾ വരുന്നത്. ഇങ്ങനെയാണ് സർഗാത്മകത പലതരത്തിൽ വിടർന്ന് ഇങ്ങനെ വിലസുന്നു എന്നൊക്കെ പറയുന്നത്. സന്ധ്യാമേരി ചേച്ചിയാണ് അടുത്ത ആള്. അവർ, നമുക്കറിയാം, മലയാളത്തിൽ നോവൽ വന്നപ്പോൾ കിട്ടാത്ത പരിഗണന അവർക്ക് അതേ കൃതി ഇംഗ്ലീഷിൽ പോയപ്പോൾ കിട്ടുകയും വീണ്ടും മലയാളികൾ ഇംഗ്ലീഷിന് ശേഷം കണ്ടെത്തി സീരിയസോട് വായിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ സന്ധ്യ വെറും സന്ധ്യ അല്ല എന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ ഞാൻ സന്ധ്യാമേരിയോട് ചോദിക്കുന്നത്, ജീവിതത്തിലെ സർഗാത്മകതയും എഴുത്തിലെ സർഗാത്മകതയും
ഇത് രണ്ടും ഒപ്പം സഞ്ചരിക്കുകയാണ്. ഇത് എവിടെ വെച്ചാണ് ഒരു അതിർവരമ്പ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എവിടെ വെച്ചാണ് ഇത് വേറിട്ട് പോകുന്നത്? അതിനെക്കുറിച്ച്. ആ, സത്യത്തില് ഇത് തമ്മില് വേറിട്ട് നിൽക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ എങ്കിൽ പോലും ഒന്നിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് വരും. ജീവിതത്തിലെ സർഗാത്മകതയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വരും നമ്മുടെ എഴുത്തിലെ ക്രിയേറ്റിവിറ്റി. നമുക്ക് ഈ ആദ്യം പറഞ്ഞ സംഗതി ഭയങ്കര എളുപ്പാ. നമ്മള് നടക്കുന്ന വഴിക്കൊക്കെ നമുക്ക് തോന്നിയതൊക്കെ ആലോചിച്ച് എപ്പോഴും ക്രിയേറ്റീവായിട്ട് നടക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ഭയങ്കര രസമുള്ള കാര്യമാണ്. പക്ഷേ അത് എഴുത്തിലോട്ട് വരുമ്പോൾ അതിനകത്ത് അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു അച്ചടക്കമുണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രെയിം വർക്കിനകത്തോട്ട് നമ്മൾ വളരെ ആലോചിച്ചും ആ ക്രിയേറ്റിവിറ്റിയെ നമ്മൾ മറ്റേത് ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റിയെ നമ്മൾ ആ ഒരു ഫ്രെയിം വർക്കിനകത്തോട്ട് ആക്കുക എന്നുള്ളത് അതിഭയങ്കരമായ ഒരു ക്രിയേറ്റീവ് അധ്വാനം അതിനകത്തുണ്ട്. ആ സംഗതി പൊതുവെ എനിക്ക് കുറവാണ്. നമുക്ക് പണിയെടുക്കാനുള്ള ഒരു മടി എന്ന് തന്നെ പറയാം. ബാക്കിയുള്ള കാര്യം നമുക്ക് നടക്കുന്ന വഴിക്കൊക്കെ, അതുപോലെ എനിക്ക് ഈവൻ കുക്കിംഗ് പോലും എനിക്ക് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് തോന്നുന്നത്. പക്ഷേ എഴുത്ത് അങ്ങനെയല്ല. എഴുത്ത് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. ആരോടെന്ന് ചോദിച്ചാൽ അതിപ്പം വായനക്കാരനോടോ, എഴുത്ത് നമ്മളോട് തന്നെ ആദ്യത്തെ ആ ഒരു അപ്പോൾ അത്രയും ഉത്തരവാദിത്തോടെ നമുക്കത് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ അത്രയ്ക്ക് സമയം അതിന് വേണ്ടിയിട്ട് എടുക്കണം. അപ്പോൾ ജീവിതത്തിലെ ക്രിയേറ്റിവിറ്റി വളരെ എളുപ്പമാണ്. എനിക്കറിയാം അങ്ങനെ എഴുതാത്ത എന്നാൽ അന്തം വിട്ട് ക്രിയേറ്റീവായിട്ട് നടക്കുന്ന ഇഷ്ടംപോലെ ആളുകൾ അറിയാം. പക്ഷേ ഇതിനകത്തോട്ട് വരുമ്പോൾ, എഴുത്തിലോട്ട് വരുമ്പം വലിയ ഒരു ഉത്തരവാദിത്തം ഉണ്ടത്, വലിയ ജോലിയുണ്ടത്. അപ്പോൾ ഒന്നിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് മറ്റേത് വരുന്നത്. പക്ഷേ എങ്കിൽ പോലും അതിർവരമ്പുണ്ട് അതിനകത്ത്. പൊതുവിൽ സ്ത്രീ എഴുത്തുകാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അഭിമുഖീകരിക്കുന്നുണ്ടാവും അല്ലേ? ഇല്ല, പൊതുവെ ഇല്ല. ഉള്ള സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ചോയ്സ് ഒക്കെ വളരെ നേരത്തെ, എന്നുവെച്ചാൽ അത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ഈ പരമ്പരാഗതമായ ഒരു സൊസൈറ്റി പറയുന്ന രീതിയിൽ ഞാൻ ജീവിക്കാൻ പോകുന്നില്ല എന്നെനിക്കൊരു ഏതാണ്ട് ഒരു ഹൈസ്കൂളൊക്കെ ആയപ്പോഴേക്കും വളരെ വേഗമായിട്ട്, കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. പക്ഷേ എൻ്റെ പപ്പയും അമ്മയും ജീവിക്കുന്നതോ അല്ലെങ്കിൽ ചാച്ചന്മാരും ആൻറ്റിമാരും ഒക്കെ ജീവിക്കുന്ന ആ രീതിയിൽ ജീവിക്കണ്ട എന്നുള്ളൊരു ചോയ്സ് വളരെ വേഗമായിട്ട് എനിക്ക് തോന്നുന്നു ഹൈസ്കൂൾ കഴിഞ്ഞ് പ്രീ ഡിഗ്രി ആ സമയമായപ്പോഴേക്കും എനിക്കുണ്ടായിരുന്നു. ഇതൊന്നും അറിഞ്ഞോണ്ടല്ല നടപ്പിലാക്കിയതെങ്കിലും എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളായിരുന്നുള്ളൂ. അങ്ങനെ ഒരു കൃത്യമായ ഫ്രെയിമില്ല. അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എനിക്ക് എപ്പോൾ വേണേലും എഴുതാം. എൻ്റെ മടി മാത്രമേ എൻ്റെ പ്രശ്നമുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ച പോലെ സർഗാത്മകതയാണ്. കാരണം നമ്മുടെ ഫാമിലി എന്ന് പറയുന്ന സാധനം ഈ ഒരുപാട് കാലമായിട്ട് ലീനിയർ നരേഷനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അതിനെ നമ്മൾ പൊളിച്ച് നമ്മൾ അത് ഒത്തിരി നേരത്തെ തന്നെ, അതെ, ആ ഒരു പൊളിക്കൽ ശരിക്കും സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാനത് കമ്പാരിറ്റീവ്ലി ഒരു പെട്ടെന്ന് വളരെ നേരത്തെ തന്നെ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിനും സന്തോഷത്തിനും കൂടുതൽ ഈ പറഞ്ഞ സൊസൈറ്റി എന്ത് പറയുന്നുള്ള ജീവിതത്തെക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എനിക്ക് ഒരിക്കലും എൻ്റെ എഴുത്തിനകത്തോ ഒന്നും വേറെ ഒരു തരത്തിലുള്ള ഇടപെടലും ഒരു സ്ഥലത്തു നിന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല എഴുതാൻ വേണ്ടിയിട്ടാണ് ആളുകൾ എപ്പോഴും എന്നോട് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിനും എഴുത്തിനും ഒരു അതിർവരമ്പ് അപ്പുറം ഇപ്പുറം വെച്ചിട്ട് നമ്മുടെ സർഗാത്മക പ്രക്രിയ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നാണ്. ഇനി നമ്മുടെ ഇപ്പോൾ ഉള്ളത് കവിയാണ് എം പി മനോജ്. അദ്ദേഹം ഇടുക്കിയിൽ ജനിച്ച് അവിടെ വളർന്ന് പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങിയ ഒരാളാണ്. അദ്ദേഹം കോളേജ് അധ്യാപകനാണ്. ഒപ്പം അതേപോലെ അക്കാഡമിക് ലേഖനങ്ങളും പഠനങ്ങളും ഒക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അത് തന്നെ ചോദിക്കുന്നത്, കാരണം ഇടുക്കി പോലൊരു പ്രദേശത്ത് നിന്ന് വരുമ്പോൾ അതിൻ്റെ ബാക്കി ഒരുപക്ഷെ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഇന്ന് എഴുത്തുകാരനായിരിക്കുന്ന കവിയായിരിക്കുന്ന താങ്കളിലേക്ക് എങ്ങനെയാണ് അതിനെ ഇടുക്കിയെ കൊണ്ട് നടക്കുന്നത് എന്നുള്ളത്? ഹലോ, ഞാൻ ആദ്യമായിട്ട് നമ്മളെ വിട്ടുപിരിഞ്ഞ വിജേഷ് എന്ന നാടക പ്രവർത്തകന്, അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്, അദ്ദേഹത്തിന് ഒരു ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് തുടങ്ങാമെന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഷിനിലാൽ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ കുടിയേറ്റ പ്രദേശം ഇടുക്കി പോലുള്ള നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു പിന്നോക്ക ജില്ലകളിൽ പെടുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ ഇടുക്കി എഴുത്തിൽ പലപ്പോഴും അവതരിപ്പിച്ചിട്ടുള്ളത് ഒരുപക്ഷെ നമുക്ക് മുഖ്യധാര ജനപ്രിയ
വാരികകളിലൂടെ കൂടുതൽ പ്രചാരം നേടിയ ഒരു സ്വഭാവത്തിലാണ്. അപ്പോൾ ആ ഒരു ജീവിതവും കുടിയേറ്റ കർഷകരുടെയും അതുപോലെ ഗോത്ര സമൂഹങ്ങളുടെയും ഞങ്ങളെ പോലുള്ള കുടിയേറിയ തൊഴിലാളി വിഭാഗങ്ങളുടെയും ഒക്കെ ജീവിതത്തിൻ്റെ ഒരു സമ്മിശ്രമായ ഒരു അനുഭവമാണ്. അതിൽ എഴുത്ത് എന്ന് പറയുന്നത് ദീർഘകാലം സ്വപ്നത്തിൽ പോലും വരാത്ത ഒന്നാണ്. പ്രത്യേകിച്ചും കർഷകരായി മാറുക എന്നുള്ളൊരു സ്വപ്നമാണ് പൊതുവെ ഞങ്ങളെ പോലുള്ള പ്രദേശങ്ങളിൽ ബാല്യകാലത്താണെങ്കിലും ഞങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നത്. നല്ല ഒരു കർഷകർ ആയി മാറുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സ്വപ്ന ലോകത്ത് നിന്ന് മാറിയിട്ടാണ് പ്രത്യേകിച്ചും നല്ല കാർഷിക വിളകളെ കാണുമ്പോൾ, അല്ലെങ്കിൽ കാർഷിക വസ്തുക്കൾ കാണുമ്പോൾ, മരങ്ങൾ കാണുമ്പോൾ എങ്ങനെ അതുപോലെ നല്ല കൃഷി ചെയ്യാം, കുരുമുളക് കാണുമ്പോൾ എങ്ങനെ കൃഷി ചെയ്യാം, ഏലം കാണുമ്പോൾ എങ്ങനെ കൃഷി ചെയ്യാം, അതൊക്കെയാണ് ഞങ്ങളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നല്ല തരത്തിൽ കാർഷികമായി വികസിക്കുക എന്നുള്ള സ്വപ്നത്തിൽ നിന്നും എഴുത്തിലേക്ക് മാറി തീർന്നത് ഒരർത്ഥത്തിൽ അതിൻ്റെ ആ ഒരു പരിണാമം എങ്ങനെ രൂപപ്പെട്ടു എന്നത് എനിക്ക് ഒരർത്ഥത്തിൽ അറിയാൻ വളരെ വൈകിയ ഒരാളാണ് ഞാൻ. പിന്നീട് ഒരു കുറച്ച് വർഷം മുമ്പ് നമ്മുടെ മലയാളം സർവകലാശാല സർഗരചന എന്നൊരു അവരുടെ MA കോഴ്സിൻ്റെ ഭാഗമായി ഒരു പേപ്പർ രൂപപ്പെടുത്തിയപ്പോൾ അതിലേക്ക് കോഴ്സിന് വേണ്ടിയിട്ട് ഒരു ലേഖനം അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി എഴുതണം എന്ന് മലയാളം സർവകലാശാല പറയുന്ന സമയത്താണ് എങ്ങനെയാണ് എഴുത്തിലേക്ക് വരാനിടയായത്, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും അവിടെ നിന്നും മാറിയിട്ട് എങ്ങനെയാണ് എഴുത്തിലേക്ക് വരാനിടയായതെന്നൊരു ആലോചന ഞാൻ നടത്തിയത്. അപ്പം എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, പ്രധാനമായിട്ടും ഈ ഞാൻ ജീവിച്ചു വളർന്ന കർഷക തൊഴിലാളികളുടെയും ഒരു പരിസരം ഏതൊക്കെയോ വിധത്തിൽ അത് രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന പല സന്ദർഭങ്ങളും എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി എന്നതാണ്. അത് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കപ്പുറത്ത് ഒരു ജനസമൂഹത്തെ രേഖപ്പെടുത്താതിരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് അത് മാറി തീർന്നു എന്നുള്ളതാണ്. ഈ ഒരു ഒന്നിലേക്ക് എത്തിച്ചേർന്നത് നേരത്തെ മാത്യു സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ സാമൂഹികമായ പ്രവർത്തന അനുഭവങ്ങളും അത്തരം സൗഹൃദങ്ങളും ഒക്കെ ആയിരിക്കാം, മനുഷ്യാവകാശ മേഖലയൊക്കെ ആയിരിക്കാം. അവയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഞാൻ കൂടി കടന്നുപോയ അല്ലെങ്കിൽ പരിചയപ്പെട്ട ജനസമൂഹങ്ങളെ അടയാളപ്പെടുത്താൻ ഒരേ ഒരു മീഡിയ മാത്രമാണ് എൻ്റെ കയ്യിൽ അവശേഷിച്ചത്. ഞാൻ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രാദേശികമായ കുറിപ്പുകളോ ആത്മകഥ മറ്റ് പലരുമായി സംസാരിച്ചിട്ടുള്ള അവരുടെ വാമൊഴി ആത്മകഥാ സ്വഭാവത്തിലോ ഒക്കെ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും കുറച്ചുകൂടി എനിക്ക് ഭദ്രമായി തോന്നിയത് സർഗരചനകളിൽ അവരെ അടയാളപ്പെടുത്തുക എന്നതായിരുന്നു. ആ ഒരു അർത്ഥത്തിലാണ് സർഗരചനയിലേക്ക് ഞാൻ വന്നത്. പക്ഷെ ഇപ്പോഴും വീണ്ടും അത് പൂർത്തീകരിക്കാത്ത ഒന്നായി ഇപ്പോഴും എന്നെ പിന്തുടരുന്നു എന്നുകൂടി ഞാൻ പറയട്ടെ. ഒരുപക്ഷെ നമ്മളെയൊക്കെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ ഒരു 10-15 വയസ്സ് വരെയുള്ള ഒരു ജീവിതകാലമായിരിക്കും. അവിടെ വെച്ചാണ് നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ആദിമ രൂപമൊക്കെ അവിടെ വെച്ച് പൂർണ്ണമായി സെറ്റായി പിന്നെ അതിൻ്റെ ഒരു ബൃഹത് രൂപത്തിലേക്ക് വളരുകയാണ് ചെയ്യുന്നത്. എഴുത്തിലും ചിന്തയിലുമൊക്കെ ആ ഒരു അടിസ്ഥാന സംഗതി കാണും. അവൻ മരണയോഗ്യൻ എന്ന ആദ്യ സമാഹാരം മുതൽ ഇന്നിപ്പോൾ DC അവസാനം പുറത്തിറക്കിയ 46 കഥകളടങ്ങുന്ന ജോർജ് ജോസഫിൻ്റെ കഥകൾ എന്ന് പറയുന്ന സമാഹാരമാണ് അവസാനത്തിലുള്ളത്. ഇത് നമ്മുടെ 2ാം റൗണ്ടാണ്. വീണ്ടും ഇവർ 4 പേര് സംസാരിക്കും. ഇതിൽ സംസാരിക്കുന്നത് അവർക്ക് തന്നെ ഇഷ്ടപ്പെട്ട ഒരു കഥയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒന്നിലേറെ കഥകളെക്കുറിച്ചോ ആണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ സംസാരിക്കുന്നത്. ഞാൻ ഒരു 16 വയസ്സ് വരെയും അമ്മായിയുടെ കൂട്ടുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ
എങ്കിൽ പോലും പഠിക്കുന്ന കാര്യത്തിൽ വളരെ അലസനൊക്കെ ആയിരുന്നു. ഇപ്പം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞു പോകുമ്പോഴും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ചേട്ടന്മാരോ ചേച്ചിമാരോ അല്ലെ അപ്പനോ ആരും അതിനെക്കുറിച്ചൊന്നും ഒരിക്കലും കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ എനിക്ക് അത് ഇങ്ങനെ ശിക്ഷിക്കാത്തത് കൊണ്ടിട്ട് അല്ലെങ്കിൽ അതത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. 16 വയസ്സിൽ അപ്പം ഈ അമ്മായി പറഞ്ഞു തന്ന കുറേ കഥകളിൽ നിന്നിട്ടാണ് എൻ്റെ കഥകൾ ഉണ്ടാകുന്നത്. എങ്കിൽ പോലും ഈ അമ്മായിക്ക് വെറ്റില മുറുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നപ്പോൾ ഈ വെറ്റില ഇടിച്ചു കൊടുക്കുന്നത് ഞാനാണ്. അപ്പോൾ എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വെറ്റില ഇടിച്ചു കൊടുക്കുമ്പോൾ വെറ്റില ഒന്ന് തലയിൽ തൂത്തിട്ട് വേണം അതിൽ ചുണ്ണാമ്പൊക്കെ പുരട്ടാൻ. കാരണം വെറ്റിലപ്പാമ്പ് അതിനകത്തുണ്ട് എങ്കിൽ വെറ്റില ചവക്കുന്ന ആൾ മരിച്ചു പോകും എന്നാണ് അമ്മായി. എന്നിട്ടൊരു ഞങ്ങളുടെ അടുത്തുള്ളൊരു വലിയപ്പാപ്പൻ മരിച്ചുപോയ കഥയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്തോ അമ്മായിക്ക് വെറ്റില ഇടിക്കുമ്പോഴൊന്നും ഈ ബോധമൊന്നും എൻ്റെ തലയിൽ ഉണ്ടായില്ല. ഞാൻ വെറ്റില ഇടിച്ചു കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മായി മടിയിൽ വീണ് മരിച്ചുപോയി. അപ്പോൾ എനിക്ക് പേടിയായി, ഇനി എൻ്റെ അശ്രദ്ധ കൊണ്ട് ഈ വെറ്റിലപ്പാമ്പിനെ ചവച്ചിട്ട് അമ്മായി മരിച്ചതാണോ? അതായിരുന്നു തുടക്കം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ എൻ്റെ കയ്യിൽ മനസ്സിലുണ്ടായത് കൊണ്ടിട്ട് ഞാൻ ഒന്നിലും ഒരു ശ്രദ്ധ വെക്കാൻ ശ്രദ്ധ വെക്കാത്തവനാണെന്നൊക്കെയുള്ള ഒരു ബോധത്തിൽ നിന്നൊക്കെ തോന്നിയ മാതിരി ജീവിച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം വന്നപ്പോൾ SSLC പരീക്ഷ വേണ്ട രീതിയിൽ എഴുതാതെ അന്ന് ഞാൻ വേറെ തിയേറ്ററിൽ പോയിരുന്നിട്ട് സിനിമ കണ്ട പരീക്ഷ കളഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നം വന്നപ്പോൾ അപ്പം പിറ്റേ ദിവസം പറയുന്ന കൂലിപ്പണിക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വാർക്കപ്പണിക്ക് പോയിട്ട് അന്ന് ജോൺ പോൾ ഒന്നാമൻ ഇവിടെ മാർപ്പാപ്പ വരുന്ന സമയമായിരുന്നു. അപ്പോൾ SRM റോട്ടിൽ ഒരു മദർ തെരേസയുടെ കെട്ടിടം പണിയുന്നുണ്ട്. അപ്പോൾ ആ കെട്ടിടം പണിയുന്ന സ്ഥലത്ത് കൂലിപ്പണിക്കാരനായിട്ട് ഞാൻ പിറ്റേ ദിവസം അവിടെ ജോലിക്ക് കയറുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ മുകളിൽ 3ാം നിലയുടെ മുകളിലെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ഒരു ക്ലാപ്പ കഷ്ണം എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഈ പലക ഫോറം കൂട്ടിയിട്ടാണ് അവസാനം കമ്പി കെട്ടി സിമെൻറ്റ് വാർക്കുന്നത്. അപ്പോൾ 12 അടി നീളമുള്ള ഒരു വലിയ പലക ഞാൻ വെട്ടി മുറിച്ചത് കൊണ്ട് ഈ 2 അടിയുള്ള ക്ലാപ്പൊക്കെ വരാതെ ചെയ്തപ്പോൾ എൻ്റെ മേസ്തിരി മോളിൽ നിന്നിട്ട് തന്നെ ഒരു പട്ടിയ കഷ്ണം കൊണ്ട് അടിക്കാനായിട്ട് പോയി. അപ്പോൾ ഞാൻ ഈ 3ാം നിലയുടെ മുകളിലാണ് നിൽക്കുന്നത്. ഞാൻ ആകെ പകച്ച് താഴത്തേക്ക് വീഴുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ ശരിക്കും മരിച്ചു പോകേണ്ടതായിരുന്നു. ചെറിയ റിബ്സ് എൻ്റെ പൊട്ടിയതേ ഉള്ളൂ. പിന്നെ ഉടനെ ഹോസ്പിറ്റലൈസ് ചെയ്തു. അത് ഭേദമൊക്കെ ആയിട്ട് മാറി. ആ ഒരു ഭയത്തിൽ നിന്നാണ് അവൻ മരണയോഗ്യൻ എന്ന് പറയുന്ന കഥ ഉണ്ടാകുന്നത്. ഇതേപോലെ തന്നെയാണ് കഥ. 3ാമത്തെ നില പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് തദേവസ് എന്ന് പറയുന്ന പയ്യന ഈ പഠിക്കാൻ ചുവല്ലാത്തതുകൊണ്ട് കുരുത്തം കെട്ടവന സന്ധ്യാവ് എന്ന് പറയുന്ന അയാളുടെ അപ്പം കൊണ്ടുവന്നിട്ട് പറയും, ഇവനെ ഒന്ന് നേരെയാക്കി എടുക്കണം, അതുകൊണ്ടിട്ട് ഇവനെ പണിയൊന്ന് നന്നായിട്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് അദ്ദേഹം ഏറ്റെടുത്തത്. അപ്പം അദ്ദേഹത്തിന് മക്കളില്ല. അദ്ദേഹം ഈ വന്ന ചെക്കനെ സ്വന്തം മകനായിട്ട് കണ്ടെടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് പണിക്ക് നിർത്തിയത്. പക്ഷെ അവൻ ഇങ്ങനെയുള്ള കുരുത്തക്കേട് കാണിച്ചത് കൊണ്ടിട്ട് അവനെ അടിക്കാനായിട്ട് ഓങ്ങിയത് കൊണ്ടാണ് ഇയാൾ മരിച്ചത്. ഈ ചെക്കൻ താഴ്ത്ത് വീണ് മരിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ മരിച്ചു പോകുന്ന ചെക്കനെ അത് ഇയാൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ 3ാം നിലയുടെ മുകളിൽ നിൽക്കുന്നതുകൊണ്ടിട്ട് വേറെ ആരും കണ്ടിട്ടില്ല. പക്ഷെ അതിൻ്റെ ഒരു കുറ്റബോധം കൊണ്ടിട്ട് ഇയാളുടെ മനസ്സിനുണ്ടാകുന്ന മാനസിക വിഭ്രാന്തിയും അതിൽ നിന്ന് അയാൾ ഈ മരണം മറച്ചു വെക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ആ കഥയിലുണ്ടായിരുന്നത്. പക്ഷെ ആ കഥ എൻ്റെ ഏറ്റവും DC ബുക്സ് തന്നെ 100 വർഷം 100 കഥ എന്ന് പറയുന്ന ഒരു പുസ്തകം തിരഞ്ഞെടുത്തപ്പോൾ അതിൽ ഈ ഒരു കഥ ചേർക്കുകയുണ്ടായി. അതിനുശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എങ്ങനെയാണ് കഥയുടെ ഒരു രൂപഘടനയെന്നൊന്നും എനിക്ക് ശരിക്കും അറിയില്ല. ഞാൻ എന്തൊക്കെയോ എഴുതുന്നു. അതിനിടയ്ക്ക് 2 പ്രാവശ്യം എനിക്ക് മാനസിക വിഭ്രാന്തി വല്ലാതെ
ഉണ്ടാകുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ KS ഡേവിഡും കോലഞ്ചേരി മെഡിക്കൽ മിഷനിലെ സൈക്കാട്രിസ്റ്റ് നമ്പ്യാർ ഡോക്ടറൊക്കെ എന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈ അസുഖങ്ങൾ ഒരിക്കലും വിട്ടുമാറുന്നില്ല കഴിക്കുന്ന മരുന്നിലൂടെ. അതിൽ നിന്നൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളിൽ നിന്നാണ് പിന്നെ ഞാൻ എഴുതപ്പെടുന്ന കഥകളിലൊക്കെയും മരണം കടന്നു വരുന്നതും മരണത്തിൻ്റെ ഒരു നിത്യ ഉപാസകനായി തീരുന്നതും. അതാണ് എൻ്റെ ആദ്യത്തെ ആ ഒരു മരണത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ശരിക്കും എന്നെ വളരെയധികം മാനസികമായിട്ട് പീഡിപ്പിച്ച ഒരു കഥ. ഒരുപക്ഷെ ദീർഘമായി സംസാരിക്കുകയാണെങ്കിൽ ഓരോ കഥയ്ക്ക് പിന്നിലെയും കഥകൾ നമ്മൾ ഈ സംസാരിച്ച് ആ ഒരു ഫോർമാറ്റിലേക്ക് എത്തി. കഥയ്ക്ക് പിന്നിലെ കഥ എന്നുള്ള സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ദീർഘമായി സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ദീർഘമായ ഒരു കാലത്തിൻ്റെ ചരിത്രം, വൈകാരിക ചരിത്രം ജോസഫ് ഏട്ടനിൽ നിന്നൊക്കെ കിട്ടും. പക്ഷെ നമുക്ക് സമയം പരിമിതിയാണ്. ഈ സെഷൻ ഇതിൻ്റെ രണ്ടാം ഭാഗം ഇങ്ങനെ ആയ സ്ഥിതിക്ക്, അതായത് കഥയ്ക്ക് പിന്നിലെ കഥ എന്ന രീതിയിൽ അതൊരു സ്വാഭാവികമായി എത്തിച്ചേർന്ന സ്ഥിതിക്ക് ഇനി മാത്യു ചേട്ടൻ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട നോവൽ അടിയാളപ്രാന്തമായിക്കോട്ടെ മറ്റേതെങ്കിലും ആയിക്കോട്ടെ അതിലേക്കുള്ള വഴി സംസാരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു തുടങ്ങിയെടുത്തുനിന്ന് തന്നെ തുടരാമെന്ന് വിചാരിക്കുന്നു. 70കളിലും 80കളിലും എഴുതി തുടങ്ങിയവരുടെ മുന്നിലുള്ള പ്രധാനമായ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വളരെ വ്യവസ്ഥാപിതത്വം നിലവിലുണ്ടായിരുന്ന ഒരു കാലമാണ്. ഖസാക്കിൻ്റെ ഇതിഹാസത്തിനെതിരെ ശക്തമായി മുതിർന്ന എഴുത്തുകാർ ഒച്ചവെച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. മേതിൽ രാധാകൃഷ്ണനെ അവഗണിക്കുക മാത്രം ചെയ്തിരുന്ന സമയമാണ്. TRനെയും കോവിലിനെയും കുറിച്ച് ഒന്നും പരാമർശിക്കാതിരിക്കുകയും ചെയ്യുന്ന സമയമാണ്. അതായത് മാറി ചിന്തിക്കുന്നവരെ, മാറി എഴുതുന്നവരെ ആർക്കും വേണ്ട. അങ്ങനെയാണ് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ മേതിൽ രാധാകൃഷ്ണൻ പറഞ്ഞത്, മലയാളി വായനക്കാരുടെ വാട്ടർ ലെവൽ MT വാസുദേവൻ നായരാണ് എന്ന്. അത് സത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും സ്വീകാര്യമാണ് MT വാസുദേവൻ നായർ എന്ന എഴുത്തുകാരൻ്റെ നോവലുകൾ. അതായത് ഞാൻ അതൊരു തറവാട്ട് നോവൽ എന്നാണ് വിളിക്കുന്നത്. മിക്കവാറും ഒരു തറവാടിൻ്റെ പശ്ചാത്തലത്തിൽ വിടർന്നു വന്ന ഒരു നോവൽ മലയാളി വല്ലാതെ സ്വീകരിച്ചിട്ടുണ്ട്. അവ എന്തെഴുതുമ്പോഴും അതുപോലൊന്നും ആകരുതെന്നുള്ളൊരാഗ്രഹം തന്നെയാണ് എന്നെ ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ചാവുനിലം എന്ന ആദ്യത്തെ നോവലിലേക്ക് കയറുമ്പോൾ എനിക്ക് തീർച്ചയുണ്ടായിരുന്നു, ഇതുവരെ വന്ന ഒരു തറവാട്ട് നോവലിൻ്റെ രീതിയിലേക്ക് ഇത് പോകരുത്, കുടുംബകഥ പറയരുത്, അത് നാടകീയമായ മുഹൂർത്തങ്ങൾ ഒരുപാട് വലിച്ചു കൊണ്ടുവരരുത്. ഞാൻ ആദ്യം പറഞ്ഞു വളരെ ദൃശ്യാത്മകമായ ഒരു എഴുത്ത് രീതി സ്വീകരിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ചാവുനിലം എന്ന നോവലിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. അതിനെ തുടങ്ങാനായിട്ടൊരു കാരണമുണ്ടായി. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കനത്ത വേനൽ മഴയുടെ കാലത്ത് എൻ്റെ ഒരു ബന്ധുവായ ഒരു മനുഷ്യൻ മരിച്ചു. വിഷം കഴിച്ചാൽ മരിച്ചത്. സ്വാഭാവികമായിട്ടും പള്ളിയും പട്ടക്കാരനും ഒക്കെ അത്ര സ്വീകാര്യമായ ഒരു മരണമായിരുന്നില്ല. അപ്പോൾ ഈ ശവം കൊണ്ടുവന്ന് വീട്ടിൽ കിടത്തി കഴിഞ്ഞപ്പോൾ ഘോരമായ മഴയാണ്. ഈ മിക്കവാറും ഈമായവ് എന്ന സിനിമയിൽ നിങ്ങൾ കണ്ടു കാണും, അതുപോലെയുള്ള മഴ. ആ മഴ പെയ്തപ്പോൾ ഈ ശവം എടുക്കാനായിട്ട് പാതിരിയും സംഘവും സമയത്ത് എത്തിയില്ല. സന്ധ്യയായി അവർ വന്നപ്പോൾ 7 മണിയോടെ ആയിട്ടുണ്ട്, 7 മണിയെങ്കിലും ആയിട്ടുണ്ട് വന്നപ്പോൾ. ആ നേരത്തെ ശവം എടുത്ത് സെമിത്തേരിയിൽ കൊണ്ടുവച്ചപ്പോൾ അവിടെയും വെള്ളപ്പൊക്കമാണ്. അപ്പോൾ ശവം കുഴിച്ചിടാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പക്ഷെ ഒരു വിധത്തിൽ കുഴിയിലേക്ക് താഴ്ത്തിയത്. എല്ലാവർക്കും ഈ ശവത്തെ എങ്ങനെ കൈയൊഴിയണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്, മരിച്ചയാളുടെ ഭാര്യയ്ക്ക് ചെങ്കണ്ണ്, അയാളുടെ മക്കൾക്ക് ചെങ്കണ്ണ്, അയലത്തുകാരിൽ പലർക്കും ചെങ്കണ്ണ്, ഉദ്ദേശം ഒരു 10 പേർക്കെങ്കിലും ചെങ്കണ്ണ് ദീനമുണ്ട്. അത് വളരെ അൺറിയലായിട്ട് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ അവിടെ നിന്നാണ് ചാവുനിലം എന്ന നോവൽ എൻ്റെ മനസ്സിൽ എഴുതപ്പെടുന്നത്. വർഷങ്ങൾക്ക് ശേഷം 89ലാണ് ചാവുനിലം ഞാൻ എഴുതി തുടങ്ങുന്നത്. അതൊരു 90-94 ആയപ്പോഴേക്കും അതിൻ്റെ ഒരു ഏകദേശ രൂപമായി. അപ്പോഴാണ് അതിലൊരു ദൃശ്യം, ഒരു കാഴ്ച വന്നത്. ഒരു ഗ്രാമം മുഴുവൻ ചെങ്കണ്ണ് ദീനം പടർന്നു പിടിക്കുന്നതായിട്ടാണ് ആ കാഴ്ച. അത്തരത്തിലുള്ള വളരെ അൺറിയലായിട്ടുള്ള, സറിയൽ എന്ന് പറയാവുന്ന കുറേ കാഴ്ചകൾ ആ നോവലിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ഞാൻ ശ്രമിച്ചു എന്ന് പറയാൻ പറ്റില്ല. അത് മാറി എഴുതണം എന്നുള്ളൊരു തീവ്രമായ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം വന്നു ചേർന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ചാവുനിലം എന്ന നോവൽ എഴുതുന്നത്. പക്ഷേ
അത് അച്ചടിച്ചു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ ഒരു ചിട്ടപ്പടിയുള്ള ഒരു കൃതി അല്ലാതിരുന്നത് കൊണ്ട് ശവം നാറുന്ന നോവലാണ്, അത് വായിക്കാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് എഡീഷൻ അങ്ങനെ കിടന്നുപോയി. കാലങ്ങൾ കഴിഞ്ഞ് 2010 ആയപ്പോഴാണ്, 96 ഇറങ്ങിയ നോവൽ 2010 ആയപ്പോഴാണ് പുതിയ തലമുറ അത് കണ്ടെടുക്കാൻ തുടങ്ങിയത്. ഇവിടെ ഇരിക്കുന്ന സുദീപ് ടി ജോർജിനെ പോലെയുള്ള പുതിയ എഴുത്തുകാരാണ് അതിനെക്കുറിച്ച് എഴുതാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങിയത്. അങ്ങനെയാണ് ആ നോവൽ വീണ്ടും ലൈം ലൈറ്റിലേക്ക് വന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ തുടർന്ന് എഴുതാനുള്ള ഒരു കാരണമുണ്ടായത്. ഉറപ്പാണ്, ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ നിന്ന് മാറി എഴുതി തുടങ്ങിയാൽ വലിയ പാടാണ്. നമ്മുടെ സമൂഹം സ്വീകരിക്കില്ല. വായനാ സമൂഹം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വായനാ സമൂഹത്തിൻ്റെ വാട്ടർ ലെവൽ അവിടെ കിടക്കുകയാണ്. അവിടെ നിന്ന് മേലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരുപക്ഷെ മറ്റേ ഈമയൗ സിനിമയുടെ അവസാന രംഗം നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും, ആ മഴയും വെള്ളവും എല്ലാം കൂടെ. അതിനല്ലേ സാറേ നാഷണൽ അവാർഡ് കിട്ടിയത്? അത് ഏതിനായിരുന്നു? ഇസ്രാങ്. കുട്ടിസ് റാങ്കിനായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ നമുക്ക് വീണ്ടും സന്ധ്യാമേരിയിലേക്ക് വരികയാണ്. എഴുത്തുകാർക്ക് കഥകൾ എവിടെ നിന്ന് കിട്ടുന്നു, അല്ലെങ്കിൽ എന്താണ് അവരുടെ സോഴ്സ്? എവിടെ വെച്ചാണ് ഈ സർഗാത്മകമായ ഒരു കഥ മാറുന്നത്, ഒരു അനുഭവം സർഗാത്മക സാഹിത്യമായിട്ട് മാറുന്നത്? എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്നുള്ള സാധനം? എനിക്ക് അനുഭവത്തിൽ നിന്ന് എൻ്റെ കഥകളൊന്നും തന്നെ അനുഭവത്തിൽ നിന്ന്, കാരണം കാര്യമായ നമ്മൾ മലയാളികൾക്കൊരു സാമൂഹിക അനുഭവങ്ങൾ തന്നെ വളരെ കുറവുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മളുടേത്. വ്യക്തിപരമായിട്ടും എനിക്കങ്ങനെ എന്താ പറയുക, ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് നമുക്ക് ഭയങ്കരമായ സങ്കടം ഉണ്ടെങ്കിലാണ് ആ സമയത്താണ് നമ്മൾ നന്നായിട്ട് എഴുതുക എന്നുള്ളത്. എനിക്ക് സങ്കടം പൊതുവെ ഭയങ്കര അനുഭവങ്ങൾ കുറവാണ്. ഒന്നോ രണ്ടോ ഭയങ്കരമായ പ്രണയപരാജയങ്ങളൊക്കെ ഒഴിച്ചാൽ അതല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തോട്ടുള്ള വലിയ അനുഭവങ്ങൾ ഇല്ല. ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് തന്നെ വലിയ എന്താ പറയുക, വളരെ സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം. അതിനകത്ത് നമുക്ക് സ്വന്തം അനുഭവത്തിൽ നിന്ന് വലുതായിട്ടൊന്നും നമുക്ക് വലിയ സങ്കടങ്ങളോ ഒന്നുമില്ല. ഏറ്റവും വലിയ അതിനകത്തുള്ളൊരു ഉദാഹരണം പറഞ്ഞാൽ, മരിയയ്ക്കകത്ത് ഈ മരിയ തിരിച്ചു വരുന്നുണ്ട് വല്യപ്പച്ചൻ എൻ്റെ അടുത്തുനിന്നും. മരിയയെ സ്വന്തം വീട്ടിലോട്ട് വീട്ടുകാരെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു അനുഭവം എനിക്ക് പോലും ഞാൻ ഭയങ്കര പെയിൻഫുള്ളാണ് ഇപ്പോഴും അത് വായിക്കുമ്പോൾ. എനിക്കങ്ങനെ ഒരു അനുഭവമുണ്ട്. ഞാൻ 5 വയസ്സ് വരെ എൻ്റെ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചൻ്റെയും കൂടെയാണ് വളർന്നത്. പക്ഷെ ഞാൻ വീട്ടിലോട്ട് തിരിച്ചു വന്ന കാര്യം എനിക്ക് ഓർമ്മയേ ഇല്ല. എങ്ങനെ ഒരു രീതിയിലും അതെൻ്റെ മനസ്സിൽ തട്ടിയ ഒരു അനുഭവമായിരുന്നില്ല. വളരെ നോർമലായിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വരുന്നു, എനിക്ക് ഓൾറെഡി അറിയാവുന്ന ആളുകളുടെ കൂടെ ജീവിക്കുന്നു. പക്ഷെ പുസ്തകത്തിൽ മരിയയുടെ തിരിച്ചുവരവ് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അനുഭവം ശരിക്കും എനിക്ക് ഒട്ടും എന്താ പറയുക, എൻ്റെ കഥയുടെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ അനുഭവങ്ങൾ ശരിക്കും ഒരു റോളും ഇല്ല എന്നെ സംബന്ധിച്ചിട്ട്. എന്നാൽ എന്തെങ്കിലും നമ്മൾ കൂടുതൽ എനിക്ക് വന്ന് കാണുന്ന കാഴ്ചകളൊക്കെ ആയിരിക്കും കൂടുതലും. ഉദാഹരണത്തിന് എൻ്റെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച കഥാസമാഹാരത്തിലുള്ള എന്താണ് ശലോമോൻ്റെ സുഭാഷിതങ്ങൾ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കഥയാണ് അത്. ഞാൻ എഴുതുന്നത്, ഞാനിപ്പം കണിച്ചുകുളങ്ങര എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിൽ താമസിച്ചിട്ട് അവിടെ നിന്ന് ആലപ്പുഴയിലോട്ട് എല്ലാ ദിവസവും ബസ്സിന് പോകും. പോകുന്ന വഴിക്ക് കണ്ട ഒരു മനുഷ്യൻ്റെ മുഖത്തിൽ നിന്നാണ് ഞാൻ അത് എഴുതിയത്. എന്തോ ആ മനുഷ്യൻ ഉടനെ മരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നി. ഞാൻ പിന്നെ ആ മനുഷ്യനെ കണ്ടിട്ടില്ല, അതിന് മുമ്പും പിമ്പും ആ മനുഷ്യനെ കണ്ടിട്ടില്ല. എനിക്ക് എന്തോ ആ മനുഷ്യൻ്റെ മുഖം എത്രയോ ഒരു 2-3 സെക്കൻഡ് കണ്ടിട്ടുണ്ടാവും. ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ശലോമോൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറിനെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മളെ കൂടുതൽ ക്രിയേറ്റീവ്, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അധികം മലയാള സാഹിത്യം വായിച്ചിട്ടല്ല ഞാൻ എഴുത്തൊക്കെ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു മാത്യു പറഞ്ഞ ഇന്ന അതുപോലെ എഴുതുക എന്നുള്ളതും എനിക്കറിയില്ല, ഇന്നതുപോലെ എഴുതരുത് എന്നുള്ളതും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ എഴുത്തേ ഉള്ളൂ. കാരണം ഞാൻ അധികം ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ അധികം വായിച്ചിട്ടില്ല. ഞാൻ കൂടുതലും ആദ്യം വായിച്ചോളാം ഞാൻ അമർചിത്ര കഥയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ക്രിയേറ്റീവ് ആക്കിയതെന്ന് എനിക്ക് തോന്നുന്നത്. അനുഭവങ്ങൾ ശരിക്കും നമ്മൾ ക്രിയേറ്റിവിറ്റിയിൽ എന്നെ സംബന്ധിച്ചിട്ട് വലിയ റോളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അനുഭവങ്ങൾ അങ്ങനെ നിർബന്ധം ഉണ്ടെന്നും തോന്നുന്നില്ല. കാരണം അനുഭവങ്ങൾക്ക് മേലെയും ജീവിക്കാം, അല്ലേ? അതെ, അനുഭവങ്ങൾക്ക് വലിയ റോൾ ഉണ്ടെന്ന് എന്നെ സംബന്ധിച്ചിട്ട്. നമ്മളെ പോലുള്ള കൊച്ചെഴുത്തുകാർക്കൊക്കെ അനുഭവം വേണം, ചേച്ചിക്ക് അത് വേണ്ട. ഇനി ഞാൻ MP മനോജിലേക്ക് വരികയാണ്. അദ്ദേഹം നേരത്തെ ഇടുക്കിയുടെ പശ്ചാത്തലം പറഞ്ഞു. അതുപോലെ ബുദ്ധരൂപം എന്ന കവിതാ സമാഹാരം എൻ്റെ കയ്യിലുണ്ട്.
അതുപോലെ കൂട്ടാന്തയുടെ 70 വർഷങ്ങൾ, പിന്നെ ജാഗ എന്ന നോവൽ തുടങ്ങി പിന്നെ അക്കാഡമിക്കായിട്ട് പല വിഷയങ്ങളിലുള്ള ലേഖനങ്ങൾ, പഠനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വകയായിട്ടുണ്ട്. ഇതിൽ ഈ നേരത്തെ പറഞ്ഞതിൻ്റെ സ്വാധീനം, അതേപോലെ വ്യക്തി എന്നതിൻ്റെ സ്വാധീനം, ജീവിതത്തിൻ്റെ സ്വാധീനമൊക്കെ കടന്നു വന്നിട്ടുണ്ടാവും. ഈ കൃതികളെക്കുറിച്ച് പ്രത്യേകിച്ച് എനിക്ക് പരിചയമുള്ള ബുദ്ധരൂപം പോലെയുള്ള ആ കവിതകളെക്കുറിച്ച് പറയാനാണ്. എം പി മനോജ് സംസാരിക്കാമോ? ഞാൻ ഈ എഴുത്തിൻ്റെ കനൽ വഴികൾ എന്നുള്ളൊരു ടൈറ്റിൽ നമ്മൾ എടുക്കുമ്പോൾ വേണമെങ്കിൽ ആ രീതിയിൽ ഒരു എഴുത്തിന് ശ്രമിക്കേണ്ടി വന്ന ഒരു രണ്ടോ മൂന്നോ പുസ്തകങ്ങളെ കുറിച്ചിട്ടാണ് ഷിൻലാൽ സൂചിപ്പിച്ചത്. പ്രത്യേകിച്ചും കൂട്ടാന്തതയുടെ 70 വർഷങ്ങൾ എന്ന എൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം. ഏകാന്തത എന്നത് ഒരാൾക്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണെങ്കിൽ കൂട്ടാന്തത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ആൾക്കൂട്ടം തന്നെയും ഒറ്റയ്ക്ക് ആയി പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത് ആ ഒരു വാക്ക് പല സന്ദർഭങ്ങളിലും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കൂട്ടത്തെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു വാക്ക് കൂടിയാണ്. മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്ത ഒരു വാക്കാണ് കൂട്ടാന്തത എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കൂട്ടത്തെ, ഒരു സമൂഹത്തെ സൂചിപ്പിക്കുവാൻ നടത്തിയ, അവരെ ഏത് വിധത്തിലാണ് അവരെ അഡ്രസ്സ് ചെയ്യേണ്ടത്, അവരെ രേഖപ്പെടുത്തേണ്ടത് എന്നതിൻ്റെ ഒരു ശ്രമം എന്ന നിലയിലാണ്, ഒരു സർഗ കവിത എന്ന നിലയിൽ ആ കവിത രൂപപ്പെട്ടത്. അതുപോലെ തന്നെയാണ് ബുദ്ധരൂപം എന്ന എൻ്റെ കവിതാ സമാഹാരങ്ങൾ അവസാനം വന്ന ബുദ്ധരൂപം എന്ന കവിതാ സമാഹാരവും. പ്രത്യേകിച്ചും സമകാലമായ നമ്മളുടെ സാഹചര്യം പലതരത്തിൽ മാനവികതയെ അല്ലെങ്കിൽ മാനുഷികതയെ കൂടുതൽ ആവശ്യപ്പെടുന്നുണ്ട്. ആ അർത്ഥത്തിൽ നിശബ്ദമായ ഒരുപാട് ചലനങ്ങൾ നടത്തിയ ഒരു ചരിത്രമാണ് പ്രത്യേകിച്ചും ബൗദ്ധ ചരിത്രത്തിന് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിലെ പ്രമുഖരായിട്ടുള്ള ഭിക്കുമാർ, ഭിക്കുണികൾ ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു നിശബ്ദമായ ഒരു സാന്നിധ്യം ആവശ്യമാണ് എന്ന ഒരു തോന്നലിൽ നിന്നിട്ടാണ് ബുദ്ധരൂപം പല പ്രദേശങ്ങളിലൂടെ, ഗ്രാമങ്ങളിലൂടെ, പല സമൂഹങ്ങൾ, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സമൂഹങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരു സംഘം എന്ന നിലയിലാണ് ആ കവിത ഞാൻ ശ്രമിച്ചത്. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ശ്രമം, അത്തരത്തിലൊരു എഴുത്തിന് വേണ്ടിയിട്ടുള്ള, അത് ഒറ്റ കവിതയാണ്. 20 കൊച്ചു കൊച്ചു കവിതകളുടെ ഒരു പുസ്തകമാണ്. ഓരോ അധ്യായവും പരസ്പരം ചേർന്ന് നിൽക്കുന്ന 20 അധ്യായങ്ങളുള്ള 20 കൊച്ചു കവിതകളുള്ള ഒരു പുസ്തകമായിട്ടാണ് അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന് ഇവിടെ സൂചിപ്പിച്ച ജാഗ എന്ന നോവലാണ്. പ്രത്യേകിച്ചും ദലിത് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ ജീവിതാനുഭവങ്ങളെ വളരെ ഡയറക്റ്റായിട്ട് സൂചിപ്പിക്കുന്ന ഒരു നോവലാണ് ജാഗ എന്ന ഒരു നോവല്. ഈ കൃതികൾ ഒക്കെ എഴുതുവാൻ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിൻ്റെ ശൈലി കൊണ്ടും പ്രമേയം കൊണ്ടും ഒക്കെ മറ്റൊരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടായി. അതുപോലെ ഒരുപാട് കാലം എടുത്തിട്ടുണ്ട്. ഇവയൊക്കെ, ഈ 3 കൃതികൾ പോലും എഴുതാൻ ഒരുപാട് കാലം എടുത്തിട്ടുണ്ട് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ സർഗാത്മകതയുടെ സൂചന അദ്ദേഹത്തിൻ്റെ ആ കവിതയുടെ പേരിലുണ്ട്. കൂട്ടാന്തത എന്നൊരു വാക്ക്, പുതിയൊരു വാക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതാണ് ഒരുപക്ഷെ സർഗാത്മകതയുടെ ഏറ്റവും വലിയ ഉദാഹരണം. ഇനി നമുക്കൊരു 10 മിനിറ്റ് കൂടെ ഉണ്ട്. ആ സമയം നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള സമയമാണ്. വളരെ ചുരുക്കി ചോദിച്ചാൽ നമുക്ക് കൂടുതൽ പേർക്ക് അവസരം കിട്ടും. പ്ലീസ്. നമസ്കാരം, മാത്യു സാറിനോടാണ്. ഈ പൊതുവെ ഇപ്പോൾ എഴുത്തുകാർ ജീവിതാനുഭവങ്ങളെ അങ്ങനെ പാടെ പകർത്തെഴുത്തുന്നതാണ് സർഗാത്മകത എന്നൊരു ഉണ്ട്, ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും. അപ്പോൾ എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് വായനക്കാരനോട് കൂടുതൽ കണക്ട് ചെയ്യാൻ്റെതായിരിക്കും കുറച്ച് ബെറ്റർ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു എഴുത്തുകാരന് ഒരു വായനക്കാരനെ അങ്ങനെ രസിപ്പിച്ച് നിർത്തേണ്ട ആവശ്യമുണ്ട്. അവൻ്റെ എഴുത്തിന് അവനെ വായനക്കാരനെ രസിപ്പിക്കുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ്റെ പരമപ്രദമായിട്ടുള്ള ധർമ്മം. ഈ സർഗാത്മകത എന്ന് പറയുന്നത് ജീവിതാനുഭവങ്ങളെ പാടെ അങ്ങനെ പകർത്തി എഴുതി വായനക്കാരനോട്ട് കണക്ടിവിറ്റി ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച്? ഒരിക്കലും ആവശ്യമില്ല. എന്താ പറയുന്നത്, ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റ് അല്ല എഴുത്തുകാരൻ എന്ന് പറയുന്നത്. പണ്ട് കഫ്ക വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു പുസ്തകം വായിച്ചാൽ നിങ്ങളുടെ തലയ്ക്ക് ഒരു കൂടം കൊണ്ട് അടികിട്ടുന്നത് പോലെ ആയിരിക്കണം എന്നൊരു വാചകം പറഞ്ഞിട്ടുണ്ട്. ഓരോ പുസ്തകവും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു എഴുത്തുകാരൻ എഴുതേണ്ട കാര്യമൊന്നുമില്ല. അത്
അതായത് ഇപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം അത് തന്നെയാണത്. ഈ ജനപ്രിയത വല്ലാതെ കയറി ഈ മൗലികമായ പ്രശ്നങ്ങളെപ്പോലും നമ്മൾ മറന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. തൊട്ട് മുന്നിൽ ഒരു ഏകാധിപത്യം നിലനിൽക്കുന്നുണ്ട്. ഏത് നിമിഷവും നമ്മളെ പിടിച്ച് അഴിയിലാക്കാം എന്നുള്ളൊരു അവസ്ഥയുണ്ടെങ്കിൽ പോലും നമ്മൾ തിരിച്ചറിയുന്നില്ല. കാരണം നമ്മളുടെ എഴുത്തുകാർ മുഴുവൻ എൻ്റർടൈൻമെൻറ്റിൽ മുഴുകിയിരിക്കുകയാണ്, ജനപ്രിയതയിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊരു അപകടകരമായ കാര്യമാണ്. എൻ്റെ ക്വസ്റ്റ്യൻ ജോർജ് സാറിൻ്റെ അടുത്തും മാത്യു സാറിൻ്റെ അടുത്തുമാണ്. നിങ്ങൾ നിങ്ങളുടെ എഴുത്തിൽ സർഗാത്മകതയാണോ ഉത്തരവാദിത്വമാണോ അതിൽ ജീവിതാനുഭവം എഴുതുകയാണോ കൂടുതലായിട്ട് എഴുതാൻ ആഗ്രഹിക്കുന്നത്? എല്ലാവർക്കും ജീവിതം, അനുഭവം എഴുതാൻ അവർ ശ്രമിക്കുകയാണെങ്കിൽ അയാളുടെ മാത്രം പേഴ്സ്പെക്റ്റീവിൽ കാണുന്നൊരു കാര്യമായിട്ടൊക്കെ അത് ഒതുങ്ങിപ്പോകാം. പക്ഷേ ആ അനുഭവത്തെ വേറൊരു തലത്തിലേക്ക് സർഗാത്മകപരമായിട്ട് മാറ്റാൻ അയാൾ ശ്രമം നടത്തുന്നു എങ്കിൽ മാത്രമേ അനുഭവം അതേപടി എഴുതുന്നതിനകത്ത് കാര്യമുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞ അവൻ മരണയോഗ്യൻ എന്ന് പറയുന്ന കഥയിൽ ശരിക്കും ആ പറഞ്ഞ സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനെ മറികടന്നിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വന്തം ഭാര്യയോട് പോലും ഈ കാര്യം പറയാതെ ഒളിപ്പിച്ച് വെച്ച അയാളുടെ ഉള്ളിലുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ട് അവിടെ സംഭവിക്കുന്നത്, നല്ലൊരു വേനൽക്കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷേ ഇയാൾ വീട്ടിലേക്ക് വരുന്നത് വിറച്ച് തുള്ളിക്കൊണ്ടാണ്. എന്നിട്ട് ഭാര്യയോട് പറയുന്നുണ്ട്, ഉടനെ ഒരു തോർത്തെടുത്തതാ എൻ്റെ തല ഒന്ന് തുടക്കട്ടെ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അനുഭവത്തിൽ നിന്ന് വന്ന സംഗതിയെ മറികടന്നിട്ട് വേറൊരു തലത്തിലേക്ക് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു ജീവിതത്തെ എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ മാറ്റിപ്പണിയുന്നത് എന്നുള്ളതാണ് ഞാനവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ പീഡ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടാമത്തെ ഘട്ടം വരുമ്പോൾ, ഈ ചവരോ മരിച്ചു പോയതിന് ശേഷം ഇതേ റോളിലേക്ക് ഭാര്യ തിരികെയാണ്. അവൾ നല്ല നിലാവുള്ള രാത്രിയിൽ ഭയങ്കരമായിട്ട് ചൂടുള്ളൊരു ദിവസം, നിലാവുള്ള ദിവസം പൊതുവെ തണുപ്പാണ്. പക്ഷേ ഇവൾക്ക് ഭയങ്കരമായിട്ട് ചൂട് തോന്നേണ്ടതിന് പകരം അവൾ ആകെ കൺഫ്യൂസ്ഡ് ആകുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവൾ ഇതേപോലെ തന്നെ അവളുടെ മക്കൾക്ക് പകരം 14 പാവകളുണ്ട്. ഈ പാവകളുടെ പിന്നാലെ വിളിച്ചുകൊണ്ട് പോയിട്ട്, വാ മക്കളെ, അപ്പന് പറ്റിയ ഇതിന് അപ്പനെ കൊണ്ട് പള്ളിയിലച്ഛനെ കൊണ്ട് തലക്ക് പിടിപ്പിച്ച ഈ അവസ്ഥ മാറുമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടേണ്. അപ്പം ഇങ്ങനെ ഈ അനുഭവത്തെ നമുക്ക് ഒരു ചെറിയ ഇതായിട്ട് കിട്ടിയതിനെ പല പല തലങ്ങളിലേക്ക്, പല അടരുകളിലേക്ക് അത് മാറ്റുമ്പോഴാണ് അനുഭവ തലത്തിലുള്ള കഥ അങ്ങനെ ഭംഗിയാക്കാൻ പറ്റുന്നത്. ഇതൊന്നും ഇല്ലാതെ തന്നെ എഴുതുന്ന കഥകളുണ്ട്. അത്തരം കഥകളിനെ വേറെ ഒരു ഈസ്തറ്റിക്സിലേക്ക് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഓക്കെ, എന്തായാലും വിഷ്ണുറാവിൻ്റെ ചോദ്യം ഞാൻ ഭയത്തോടെയാണ് കേട്ടത്. കാരണം ഒരു 6 മാസം മുമ്പ് മാത്യു ചേട്ടൻ എയറിൽ പോയിട്ട് തിരിച്ചു വന്നേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഒരു അഭിപ്രായം പറഞ്ഞിട്ട് പോയി സുനിത വില്യംസിൻ്റെ കൂടെയൊക്കെ താമസിച്ച് 6 മാസം താമസിച്ച് തിരിച്ചു വന്നേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു വീണ്ടും കയറും, പക്ഷേ പക്വത വന്നു, അതുകൊണ്ട് അവരങ്ങോട്ട് കൈവച്ചില്ല. നിങ്ങൾ പഴയ സെർച്ച് ചെയ്ത് നോക്കിയാൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും കിട്ടും സാധനം. അപ്പം ദക്ഷിണ സാറിൻ്റെ കൂടെ ഇതിനെക്കുറിച്ച് എന്താ പറയാൻ ആവശ്യപ്പെട്ടിരുന്നു? എന്താ ചോദ്യം എന്ന് അതങ്ങനെ കൃത്യമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല. അതെന്തായാലും ഒരു വിളിയുണ്ടത്, ഒരു കൃതിയിലേക്കുള്ള ഒരു വിളിയുണ്ട്. നമ്മളതിന് ഇരുന്ന് കൊടുക്കുന്നു, അത് കേൾക്കുന്നു, ഇരുന്ന് കൊടുക്കുന്നു. അത് ചിലപ്പോൾ വർക്ക് ചെയ്യുന്നു. പണ്ട് എന്നോട് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന നമ്മുടെ വലിയ കഥാകൃത്ത് VP ശിവകുമാർ പറഞ്ഞിട്ടുണ്ട്, സാധകം ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നെ അത്രയ്ക്കധികം വിശ്വസിക്കുന്നില്ല. കൂടുതൽ പണിയെടുക്കുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട വർക്കുകൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ സാധകം ചെയ്യാറുള്ള ഒരാളാണ്. ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മാത്രമേ എഴുതാൻ കഴിയുള്ളൂ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഒരു കഥ എല്ലാ കാലത്തും എല്ലാ വ്യക്തികളും ഒരുപോലെയല്ല വായിക്കപ്പെടുന്ന ഒരു കഥ വായിക്കപ്പെടുന്നത്. അപ്പോൾ പലരും അവരുടെ സമകാലിക ജീവിതാനുഭവങ്ങളൂടി കലർത്തിയാണ് ഒരാൾ കഥ വായിക്കുന്നത്. എഴുത്തുകാരന് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാവും. എല്ലാ കാലത്തും അന്ന് എഴുതിയ അതേ ഫീലിംഗ് തന്നെയാണോ എല്ലാ കാലത്തും അനുഭവപ്പെടുന്നത്?
ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അനുഭവങ്ങളെ പറ്റിയിട്ട്. അതുകൊണ്ട് അതായത് നമ്മൾ ഒരിക്കൽ എഴുതിയ കഥ വായനക്കാർ വായിക്കുമ്പോൾ ഒരു തവണ വായിച്ചത് വർഷങ്ങൾക്ക് ശേഷം വായിക്കുമ്പോൾ വേറൊരു അനുഭവം ഉണ്ടാവും. ഇതുപോലെയാണോ എഴുത്തുകാർക്ക് ഉണ്ടാവുന്നതെന്നാണ് ചോദ്യം. അതായത് പിന്നീട് വായിക്കുമ്പോൾ ദേഷ്യം മനസ്സിലായി. വരുമോ എന്നൊക്കെ. ഇല്ല, പൊതുവെ ഇല്ല. ചിലപ്പം ചില ഭാഗങ്ങൾ കുറച്ച് നമുക്ക് അങ്ങനെയല്ല ഇങ്ങനെ ആക്കിയേക്കാം എന്നൊക്കെ തോന്നുന്നല്ലാണ്ട് എനിക്കൊരിക്കൽ ഒന്നാമത്തെ ഞാൻ വളരെ കുറച്ചേ എഴുതാറുള്ളൂ. അത്രയ്ക്ക് എഴുതണം എന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. അതുകൊണ്ട് എന്താ പറയാ, എഴുതാതെ അല്ലാത്ത സംഗതികളൊക്കെ നമുക്കും അത്ര ഉറപ്പ് വരുമ്പോഴേ ഞാൻ എഴുതാറുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് മാറ്റണം എന്ന് തോന്നിയിട്ടില്ല. എങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ ഞാൻ 30 വയസ്സിനടുത്താണ് ആദ്യം കഥ എഴുതിയത്. അപ്പോൾ ആ സമയത്തുള്ള 1-2 കഥകളുടെ കാര്യത്തിൽ മാത്രമേ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുള്ളൂ. വേറെ എല്ലാ കാര്യം അങ്ങനെ മാറ്റേണ്ടതായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരുപക്ഷെ അതിന് മനോജ് സംസാരിക്കാമോ ഈ അതെ. പറഞ്ഞ ചോദ്യത്തിന്റെ? നമ്മൾ സർഗാത്മകതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്ന നിരന്തരമായ എഡിറ്റിംഗ് അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ഒരു എന്താണ് ഒരു വിഷയത്തെക്കുറിച്ചിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ആ വിഷയം നമ്മൾ മറ്റൊരു തരത്തിൽ അത് ഒരു ശക്തി കുറവുള്ള ഒന്നായി മാറരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടാണ് ആ വർക്കിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പലപ്പോഴും ഒരു തരത്തിലൊരു പെർഫെക്റ്റ് ആകുവാൻ ഉള്ള എഡിറ്റിങ്ങിൻ്റെയും അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നടത്തുന്ന അന്വേഷണങ്ങളും മറ്റിതര കാര്യങ്ങളൊക്കെ അതിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മളുടെ വർക്ക് നമ്മൾ പിന്നീട് നോക്കുമ്പോഴും അതൊരു ഭേദപ്പെട്ട വർക്കാണെന്ന് നമുക്ക് തോന്നുന്ന കുറച്ചെങ്കിലും അവിടെ ഉണ്ടാവും എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ കാരണം പലപ്പോഴും നമ്മൾ കുറച്ചുകൂടി ഇരുന്ന് പണിയെടുക്കുന്നുണ്ട് എന്ന നിലയിൽ തന്നെയാണ്. പിന്നെ പുതിയ കാലത്തുള്ള വളരെ വേഗം പ്രസിദ്ധീകരിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളിൽ പെട്ടെന്ന് പ്രസിദ്ധീകരിക്കുന്ന പുതിയ കാല എഴുത്തുകൾക്ക് ഒരുപക്ഷെ ഈ പറഞ്ഞ വർക്കും പുതിയ കാലത്തെ എഴുത്തുകളുടെ മീഡിയയിലും രണ്ട് സ്വഭാവം ഉണ്ടോ എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവുമാണ്. നമ്മുടെ സെഷൻ അവസാനിക്കുകയാണ്. എഴുത്തിലെ കനലാണ് വിഷയം. അതൊരു പക്ഷേ ഒരു സ്പാർക്ക്, ആ ലെവലിൽ മാത്രം അതിൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരുന്നൊരു വിഷയമാണ്. കാരണം ഈ കനലിനെ ഒരു തീയായിട്ട് പടർത്താൻ വലിയൊരു ചർച്ചകളിലേക്ക് ഉയർത്താൻ കഴിയുന്നൊരു വിഷയമാണ്. ഒരുപക്ഷെ ഈ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഞാൻ പണ്ടെഴുതിയ കഥകളിൽ പലതിനെയും ഞാൻ വായിച്ച് തന്നെ വളരുന്നുണ്ടല്ലോ. അപ്പോൾ ആ കഥകളെ ചിലതിനെ എനിക്ക് ഉപേക്ഷിക്കാൻ തന്നെ തോന്നും. ചിലതിനെ കണ്ടിട്ട് ഞാൻ തന്നെ സ്വയം അത്ഭുതപ്പെടാറുമുണ്ട്. ഇത് ഒരുപക്ഷെ നമ്മൾ വായനക്കാരെന്നുള്ള എഴുത്തുകാരെന്നുള്ള നിലയ്ക്കും വളരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വന്നു ചേരുന്ന ഒരു അനുഭവം കൂടിയാണ്. തീർച്ചയായും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ഒപ്പം ഇതുവരെ കേൾക്കുകയും അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്ത നിങ്ങൾക്കും നന്ദി. DC ബുക്സിനും KLF-നും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.